ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജാസൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസിൽ ക്രാംസ് അല്ലെങ്കിൽ കൂച്ചുപിടുത്തം എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മസിൽ കയറ്റം അല്ലെങ്കിൽ കൂച്ചുപിടുത്തത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഹോം റെമഡീസ് എന്തൊക്കെയാണെന്നതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയുന്നത് കൊണ്ട്, ഡീഹൈഡ്രേഷൻ കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി, അതായത് പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, ഇതൊക്കെ കൊണ്ട് നമുക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൽ, ഡയബറ്റീസ് ഉള്ളവർക്ക്, തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ഇതിൻ്റെ സിംറ്റംസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസ്, ബി പിയിലേക്ക് മരുന്നുകൾ എടുക്കുന്നവർക്കും ഇതുപോലത്തെ സിംറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പോർട്സൊക്കെ കൂടുതലായിട്ട് മസിൽ വ്യായാമമൊക്കെ കൊടുക്കുന്ന ആൾക്കാരിലും, അത്ലറ്റ്സിലൊക്കെ നമുക്കിതുപോലെ കൂച്ചുപിടുത്തത്തിൻ്റെ സിംറ്റംസ് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഹോം റെമഡീസ് എന്ന് നമുക്ക് നോക്കാം. ആയുർവേദത്തിൽ എന്തൊക്കെ ചികിത്സകളുണ്ടെന്നും ഇതിനെക്കുറിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇത് നന്നായിട്ട് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ മസിൽ ഏതാണോ ടൈറ്റനായിട്ടിരിക്കുന്നത് അതിന് നന്നായിട്ട് സർക്കുലേഷൻ കുറയുന്നത് മൂലം ഇത് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത് കണക്ക് നമുക്ക് അഭ്യംഗമാണ് പ്രധാനമായിട്ടുള്ള ചികിത്സ, അതായത് ഓയിൽ മസാജ്. ഇതിൽ നമുക്ക് കർപ്പൂരാതി തൈലം ഉപയോഗിക്കാം. അതുപോലെ തന്നെ അല്പം കർപ്പൂരാതി തൈലവും ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഒരു സ്പൂണ് ചൂടാക്കിയതിന് ശേഷം അവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഒരു ഹോട്ട് സ്റ്റീം കണക്ക് ഒരു ചൂട് കൊടുക്കുന്നതും നല്ലതാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അവിടുത്തെ ഉള്ള സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ കൂച്ചുപിടുത്തത്തിൻ്റെ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നതാണ്. അതുപോലെ നമുക്ക് അറിയാം, ഇത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്, ഭയങ്കര വേദനയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് കൊടുക്കുന്നതും ഇതിൽ വളരെ ഫലപ്രദമായി പറയുന്നുണ്ട്. അതായത് നമ്മൾ ഏത് ദിശയിലാണോ നമുക്ക് ഈ കൂച്ചുപിടുത്തം വന്നിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതിൻ്റെ വിപരീതമായിട്ടുള്ള ഡയറക്ഷനിൽ നമ്മൾ മസിലിനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വലിക്കുക. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ മസിലിൻ്റെ റിലാക്സേഷൻ സഹായിക്കുന്നതാണ് ഇതുപോലത്തുള്ള എക്സസൈസ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇതുപോലെ നെയ്യിൽ നമ്മുടെ ബീറ്റിൽ ലീവ്സ്, അല്ലെങ്കിൽ നമ്മുടെ വെറ്റിലയുടെ നീരെടുത്തതിന് ശേഷം നെയ്യിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് അല്പം ഉപ്പും കൂടെ ഇട്ട് ചൂടാക്കി അവിടെ പുരട്ടി കൊടുക്കുന്നതും ഇതുപോലത്തെ കണ്ടീഷൻസിന് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനാരായണ തൈലം, പിണ്ണ തൈലം, ഇതുപോലെയുള്ള തൈലങ്ങളുടെ ആപ്ലിക്കേഷൻ വളരെ ഫലപ്രദമാണ്. മുറിവെണ്ണയുടെ ആപ്ലിക്കേഷനും വളരെ ഫലപ്രദമാണ് ഇതുപോലുള്ള കണ്ടീഷൻസിൽ. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്വേദനമാണ്. സ്വേദനം എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റീം കൊടുക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് പാൽ എടുത്തതിന് ശേഷം അതിലേക്ക് കുറുന്തോട്ടി വേര് ചതച്ചത് നമ്മൾ ഇട്ട് തിളപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ ആവി ആ ഭാഗത്തേക്ക് അടിക്കുന്ന രീതിയിൽ നമുക്ക് ആ ആവി കൊടുക്കുന്നത് അവിടുത്തെ മസിലിൻ്റെ റിലാക്സേഷനൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇത് റെക്കറൻ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മസിൽ കൂച്ചുപിടുത്തമുള്ളവർക്ക് ഇതുപോലത്തെ ഉള്ള ക്ഷീരധൂമ ആപ്ലിക്കേഷനൊക്കെ വളരെ ഇത് കണക്ക് പാലിൻ്റെ സ്റ്റീം അല്ലെങ്കിൽ ഒരു ആവി കൊടുക്കുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഖചിത പിണ്ട തൈലത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇതൊരു ബീസ് വാക്സ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഓയിൻമെൻറ്റാണ് ഖചിത പിണ്ട തൈലം. അത് പിണ്ണ തൈലത്തിൻ്റെ തന്നെ ഓയിൻമെൻറ്റാണ് ഖചിത പിണ്ട തൈലം. അത് അപ്ലൈ ചെയ്യുന്നതും വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ഇത് നമ്മുടെ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ കൂച്ചുപിടുത്തമൊക്കെ സിംറ്റംസ് മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതുപോലത്തുള്ള ഓയിൻമെൻറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചൂടുവെള്ളത്തിൽ നമുക്കിത് നന്നായിട്ട് ആവി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ശേഷം ഒരു ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കുന്നതും അതുപോലെ തന്നെ ആ ഭാഗം ചൂടുവെള്ളത്തിലൊന്ന് ആവി കൊടുക്കുന്നതൊക്കെ വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ഇതുപോലത്തുള്ള മസിൽ റിലാക്സിങ് ആയിട്ടുള്ള ആണ് ഇതുപോലെ അഭ്യംഗമായാലും സ്വേദനമായാലും, അതായത് ഓയിൽ ആപ്ലിക്കേഷൻ ആയാലും ഈ സ്റ്റീം കൊടുക്കുന്നതായാലും ഇത് വളരെ റിലാക്സിങ് ആയിട്ടുള്ള എക്സസൈസസ് ആണ്, പ്രൊസീജിയേഴ്സാണ് നമ്മുടെ ഇതുപോലെയുള്ള മസിൽ പിടുത്തത്തിന്. താങ്ക് യു ഫോർ വാച്ചിങ്.